ഷഫീഖ് ഞാൻ വിചാരിച്ചില്ല. അതാണ് ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ ഷഫീഖിനെ കുറിച്ച് ഷഫീഖ് അന്നേരം വരണ്ടേ, കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യണ്ടേ? ഷഫീഖിന്റെ ഈ ബോളിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതരം ബോളിംഗ് സ്റ്റൈലാണ്. ഒരു പക്ഷേ ഷഫീഖ് നേരത്തെ കളി തുടങ്ങി എനിക്ക് തോന്നുന്നു IPL സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ആ രീതിയിലുള്ള പ്ലെയർ. ഞാൻ ചുമ്മാ പൂഴ്ത്തി പറയല്ല. രഞ്ജിനി അന്ന് ഈ ആങ്കറിംഗ് സ്റ്റാർ ആയിരുന്നു. നമ്മളെ ചെന്നിട്ട് രഞ്ജിനിയെ നമ്മൾ കണ്ടില്ല, പക്ഷെ ഇവനെ മാത്രം അറിയാം. അത്രയും ഭയങ്കര കാര്യമായിട്ടൊന്നും ആക്കിയിട്ട് റഫീഖെന്ന് ചോദിച്ചാൽ അതിലുള്ള എനർജി ഫുള്ള്. അപ്പൊ ഷഫീഖിന്റെ ഒരു എഴുന്നേപ്പുണ്ടായിരുന്നു. എല്ലാരും തമ്മിൽ ഇനി അടുത്ത ജന്മത്തിൽ എന്താവണോ, എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മകനും സഹോദരനും സുഹൃത്തും ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഇത്രയും അല്ല, ഞാൻ ചെയ്യുന്നത് കുറവാണെന്ന് എനിക്ക് സംശയം. ഡിയർ മണിക്കുട്ടൻ, ഐ ആം ഓൺ ദ വേ കമ്മിങ് ടു മീറ്റ് യു വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. മണിയുടെ ഹൃദയം ഇങ്ങനെ തുളുമ്പുന്നുണ്ടല്ലോ, ഹാർട്ട് ഇങ്ങനെ ആവണം. അത് ആരെ കൊണ്ടൊന്നുമല്ലായിരിക്കും. ഞാൻ ഒരിക്കലും താഴ്ത്തി പറയല്ലോ. മാക്സിമം ഒരു ആഞ്ചലീന ജോളി, നെഗറ്റീവ് 2-5 പറഞ്ഞോ. ഇവൻ പെണ്ണെട്ടാണ്ട് എനിക്കത് തീരെ സഹിക്കണില്ല. അത് തീരെ സഹിക്കില്ല. ഇവര് ചോദിച്ചോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് പറഞ്ഞ കാര്യം, പെണ്ണ് കെട്ടടാ ഒന്നും നീ തരകിക്കുന്നതൊന്ന് കാണും. മണിക്കുട്ടൻ ചേട്ടന് ഈ ആക്ടിങ്ങും ആങ്കറിങ്ങും അല്ലാതെ ഈ സിനിമയുടെ ഏതെങ്കിലും മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കണമെന്നോ ഉണ്ടെങ്കിൽ അതേതായിരിക്കും? ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മണിക്ക് മധുരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. മധുരം മാത്രമല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഫലൂഡ ഭയങ്കര ഇഷ്ടല്ലേ? ഫലൂഡ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഫലൂഡ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയി കഴിച്ചിട്ട്. ആണോ? ഇത് കഴിയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാം. ഇത് ഭയങ്കര ചീറ്റിംഗ് ആണ് കേട്ടോ. ചായ ബ്ലാക്ക് ടീ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്നു. വില കൂടിയ സാധനം വന്നപ്പോ ഒന്ന് മാത്രം, ഒരെണ്ണം മാത്രമായിട്ട് ഈ പ്രോഗ്രാമിന് ഇടിച്ചു കാണിക്കൊന്നും വിചാരിക്കും കേട്ടോ. കുറഞ്ഞതൊരു 4 എണ്ണമെങ്കിലും കൊണ്ടുവയ്ക്കണം. സാരല്ല, ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണല്ലോ ഇത് കഴിക്കുന്നത്. കഴിച്ചോ? മധുരം കഴിച്ചോ? ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചോ? കുറച്ച് കഴിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറിലാവുന്നൊരു പേടിയുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. അത് കഴിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇനി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു അയ്യോ ആദ്യം താങ്ക് യു. ഇനി ഞാൻ തരണോ? അത് ചടങ്ങായി മാറും. താങ്ക് യു. ഇനി നമുക്ക് മതിയോ? കഴിച്ചോണ്ട് സംസാരിക്കാം. കഴിക്കാം. ആ തണുപ്പ് പോവില്ലേ? ഞാൻ ഷേക്ക് ആയിട്ട് കുടിക്കാം. അങ്ങനെ എന്നാ അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ക്രിക്കറ്റിന്റെ വിശേഷങ്ങളിലേക്ക് എത്താം. CCL അല്ലെങ്കിലും CCL മണിക്കുട്ടനെ നല്ലൊരു ക്രിക്കറ്റ് താരമായിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാരും കണ്ടു കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി അതിന് മുന്നേ നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് C3 ഒരു ആക്റ്റീവ് മെമ്പറാണ്. ആ CCL ഈ ക്രിക്കറ്റിലേക്ക് വന്നത് കൊണ്ട് മണിക്കുട്ടൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗെയിൻ ഉണ്ടായോ? അത് എത്രത്തോളം മണിക്കുട്ടന്റെ കരിയറിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? CCL യഥാർത്ഥത്തിൽ നമ്മള് താങ്കളുടെ ഭർത്താവിനാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്ന 2013-ലാണോ 13-ലാണോ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വന്ന് പറയുന്നത് നിഖിലേട്ടൻ, ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ വിജയ് യേശുദാസ്, സൈജു, ഇങ്ങനെ ഇത്രയും പേര് വന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അതിന് ഈ പറയുന്ന പോലെ പ്രാക്ടീസ് വെച്ചപ്പോഴാണ് പ്രിയൻ സാർ ലിസ്റ്റ് വെച്ച് വന്ന ടീം ഏറ്റെടുക്കുന്നു, ഈ CCL കൊണ്ടുപോകുന്നു. അപ്പൊ അതിനുശേഷം ആ വർഷം നന്നായി പ്രാക്ടീസ് ചെയ്തു. നല്ല ഈ പറയുന്ന ക്രൗഡ് ഭയങ്കരമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തൊരു സമയമായിരുന്നു. കാരണം ലാലേട്ടൻ ക്യാപ്റ്റൻ, ലാൽ സാർ ക്യാപ്റ്റൻ, ഫുൾ ആക്ടേഴ്സ്, 11 പേരും ഈ പറഞ്ഞ പോലെ ഡഗൌട്ടിൽ ഇരിക്കുന്നത് ആക്ടേഴ്സ്, അങ്ങനെ ഭയങ്കര ചാമായിരുന്നു ആ സമയത്ത്. നമ്മൾ കൊച്ചിയിലെ മാച്ച് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിന് ആള് വരുന്നത് പോലെ ജനങ്ങൾ വന്നൊരു മാച്ചായിരുന്നു ഫസ്റ്റ് സീസൺ കൊച്ചിയിലെ മാച്ച്. ഞാൻ ക്യാച്ചൊക്കെ എടുത്ത് ഭയങ്കര സത്യം ഫസ്റ്റ് സീസൺ സത്യം ഞങ്ങൾ ആദ്യം പ്രാക്ടീസിന് പോകുമ്പോഴത്തേനും ഒരു സത്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പാഡൊക്കെ ഉണ്ടല്ലോ, പാഡ് നമ്മളെ എല്ലാ AP ഇങ്ങനെയുള്ള പാഡ്, ഇതൊക്കെ നിഖിലേട്ടൻ കൊണ്ടുവന്ന പാഡാണ് പലരും യൂസ് ചെയ്തോണ്ടിരുന്നത്.
നിഖിലേട്ടന്റെ സാധനമാണ് യൂസ് ചെയ്തത്. നിഖിലേട്ടന് ഒരു പ്രശ്നമുണ്ട്, പുള്ളി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേറെ ആർക്കും കൊടുക്കില്ല. അതൊരു പ്രശ്നം കിടപ്പുണ്ട്. ആരെങ്കിലും പോയി ഉപയോഗിച്ചാൽ പിന്നെ അത് നിഖിൽ ഉപയോഗിക്കുമോ? ഇല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാള് ആ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ടീമുണ്ട്. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ സീസൺ കഴിഞ്ഞപ്പോൾ പിന്നെ പല ഇടപെടൽ മാനേജ്മെന്റ് ഇടപെടൽ കാരണം ടീമിൽ നിന്ന് പലരും പോയി. പിന്നെ തിരക്കുകൾ കാരണം പല ആൾക്കാരും പോയി. പിന്നെ C3 ഞാൻ C3 മെമ്പർ ആയിട്ടില്ല കേട്ടോ. C3 പിന്നെ ക്ലബ്ബ് അവർ തുടങ്ങുന്നതാണ്. പക്ഷെ C3യുടെ പല കാര്യങ്ങളും ഞാൻ വരാറുണ്ട്. പിന്നെ C3 ആണ് 2023 പിന്നെ C3ക്ക് അവസരം കിട്ടിയത് 2023 ആണോ? എനിക്കൊന്ന് ഫസ്റ്റ് സീസണിന് ശേഷം വേറെ ആരോ വന്നിട്ടുണ്ട്. ആണോ? അവിടെ പോസ ഇങ്ങനെ ഇരിക്കണോ? അങ്ങനെ ഇരുന്നു. അയ്യോ എന്റെ ഷഫീഖ്, അത് വലിയ സർപ്രൈസ് ആയിപ്പോയി ഷഫീഖ്. വലിയ ഹായ് സർപ്രൈസ്. ഷഫീഖ്, അയ്യോ വെൽക്കം ടു ദ ഷോ. ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആട്ടോ. ആണോ? ഇതിന് മുമ്പത്തെ സർപ്രൈസ് ആയില്ലേ? അത് സർപ്രൈസ് ആയി. കാരണം അനൂപ് സംബന്ധിച്ച് എനിക്കൊരു ഈ പറയുന്ന പോലെ അനൂപ് വരാൻ ചാൻസ് കൊണ്ട് വരാം. പക്ഷെ ഷഫീഖ് ഞാൻ വിചാരിച്ചില്ല. അതാണ് ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ ഷഫീഖിനെ കുറിച്ച്, ഷഫീഖ് അന്നേരം വരണ്ടേ, കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യണ്ടേ? ഷഫീഖിന്റെ ഈ ബോളിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതരം ബോളിംഗ് സ്റ്റൈലാണ്. ഒരു പക്ഷേ ഷഫീഖ് നേരത്തെ കളി തുടങ്ങി എനിക്ക് തോന്നുന്നു IPL-ലൊക്കെ സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആ രീതിയിലുള്ള പ്ലെയർ. ഞാൻ ചുമ്മാ പൂഴ്ത്തി പറയല്ല, ഭയങ്കര. അതെ, ഷഫീഖിന് നീലണ്ണം പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഹൈറ്റ് ഒക്കെയാണ് ശരിക്കും ബോൾ ചെയ്യാനായിട്ട് ഷഫീഖിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യണേ. അതിന് തൊട്ട് മുമ്പേ ഇതൊന്നും ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർ ശരിക്കും ഒന്ന് ഷഫീഖിനെ കാണട്ടെ. മനസ്സിലായില്ലേ എല്ലാവർക്കും? അക്ബർ ആന്റണിയിലെ നമ്മളെയൊക്കെ വെറുപ്പിച്ച വില്ലൻ, ആ വില്ലൻ ബംഗാളിയാണ് ഈ ഇരിക്കുന്ന ഷഫീഖ്. പിന്നെ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ അവൻ കിടില ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് തല്ലി പിടിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതേതിലായിരുന്നു? അതേതാ സംഭവം? 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ. അത് ഒരുമിച്ച് ഞങ്ങൾ മരിച്ചു. ഞങ്ങൾ തമ്മിൽ തല്ലി പിടിച്ച് മരിച്ച ഒരു സാധനമുണ്ട്, മാമാങ്കം. ഇവൻ എന്റെ കഴുത്തിൽ പിടിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും മരിച്ചു വീണു. അയ്യോ സത്യം, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമ്പോഴേ നിങ്ങൾ എത്ര കൗണ്ടേഴ്സ്, നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നിമിഷമില്ലേ? അപ്പൊ ഇങ്ങനത്തെ സീനൊക്കെ വരുമ്പോ എങ്ങനെയാ മണി അത് ശരിക്കും? കാരണം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ആ സമയം ഉണ്ടല്ലോ, ചിരി വരില്ലേ? ചിരി വരില്ല. എന്റെ പൊന്ന്, ഈ പറയുന്ന പോലെ ഞങ്ങളൊക്കെ എത്ര കാലം കടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെയൊക്കെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് വലിയ സിനിമയിൽ കിട്ടുന്നത്. ആ സമയത്ത് ചിരിയല്ല, നീ അഭിനയിക്കും, നീ ചെയ്, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു അധികം ഈ പറയുന്ന പോലെ ഭയങ്കര. ഞങ്ങൾ ഈ പറഞ്ഞ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാജസ്ഥാനിൽ വെച്ചാണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ലൊക്കേഷനാണ്. ഞങ്ങള് അവിടെ ഒരു 40 ദിവസം ഒന്നും ഉണ്ടായിരുന്നു. ക്യാരക്ടർ, ആ സിനിമ നമ്മളെ ക്യാരക്ടർ അത്രയൊന്നും എസ്റ്റാബ്ലിഷ് ആയില്ല. പക്ഷെ 40 ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം കയ്യിൽ നമുക്ക് ഈ പറഞ്ഞ 10,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റാതെ ഞങ്ങളൊരു അതല്ല, ഞങ്ങൾ വലിയൊരു ഹോട്ടലായിരുന്നു. അപ്പൊ അതിലൊരു എൻഡില് ഞങ്ങൾ രണ്ടുപേരാണ് ഓപ്പോസിറ്റ്. അപ്പൊ അവിടുന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ല പൊടിക്കാറ്റൊക്കെ കാണാം. അപ്പൊ വേറൊരു അനുഭവം വരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു 1 hour ജേർണി ഉണ്ട്. ഏറ്റവും ഓർത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് മണിക്കൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക്, ഞങ്ങള് ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിലും ലൊക്കേഷനിൽ പോവുകയാണെങ്കിലും ശരിക്കും നല്ലൊരു എന്റർടൈനർ ആണ്. മണി ഒരു ഭയങ്കര നഷ്ടമാണ്. ഞാൻ സീരിയസ്ലി ഞാൻ ഈ പ്രാവശ്യം കൂടി പറഞ്ഞു. കാരണം ഞങ്ങൾ ബസ്സിൽ ഇതുപോലെ കൗണ്ടർ അടിക്കാനും എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് എല്ലാവരും എന്റർടൈൻ ചെയ്യാനായിട്ട് മണി ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ മണിയാണ് എല്ലാരും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്. കളിയാക്കലെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫണ്ണി സംഭവം. പക്ഷെ നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആണ് അത്. ഞാനീ പറഞ്ഞ പോലെ സ്കൂൾ കോളേജില് എല്ലാ ടൂറിനും പോകാറുണ്ട്. കാരണം എനിക്ക് ആ കൂടെ അവസരം അങ്ങനെ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ എല്ലാ നമ്മൾ ഈ പറഞ്ഞ പോലെ CCL ബസ്സിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും വളരെ ജെല്ലിങ്ങനെ, ആർക്കും അങ്ങോട്ട് പരസ്പരം കുശുമ്പോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഈ പറയുന്ന പോലെ നമുക്ക് അവിടെ നിന്ന് എന്തും പറയാം. പക്ഷെ ലൊക്കേഷനിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ആ സമയം ഞാൻ മാക്സിമം യൂസ് ചെയ്യും പാട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ടീമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഒക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മള് അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഞാനൊരു രഞ്ജിനി, ഞങ്ങൾ സ്റ്റാർട്ടിങ് മോഡലിംഗ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയേഴ്സ് ബാക്ക്. അപ്പൊ രഞ്ജിനി ഇങ്ങനെ എന്നെ കണ്ട്, അപ്പൊ മണി തൊട്ടടുത്തുണ്ടായിരുന്നേ. ഞങ്ങൾ വേഗം വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങൾ അത്ര ക്ലോസ് ആണ്. പക്ഷെ പുള്ളിക്കാരി എന്റെ പേര് മാറി പറഞ്ഞു, ഹലോ റഫീഖ് എന്ന് പറഞ്ഞപ്പോ ഞാനപ്പോ ചെയ്യും റഫീഖ് ഞാൻ ഷഫീഖ്. പക്ഷെ ഇവൻ അത് നോട്ട് ചെയ്തു. പിന്നത്തെ ക്യാമ്പ് ഇൻ ദ സെൻസ് നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്യുമ്പോൾ
ഇവൻ പുറകെ ഇരുന്നിട്ട് രഞ്ജിനിയായിട്ട് ആക്ട് ചെയ്തിട്ടും കൂടെ ഉണ്ടോ? അത് കറക്റ്റ് അഭിനയിച്ച് കാണിച്ചു. അതാണ് രസം. മനസ്സിലാവുന്നുണ്ട് നോക്കാൻ ഞാനത് ചിരിച്ചു. സത്യം പറഞ്ഞാൽ എന്നെ കൗണ്ടർ അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ ട്രോൾ ചെയ്യണമെങ്കിലും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. ഇവനത് ശ്രദ്ധിച്ചു എന്നുള്ള കാര്യമാണ്. ഞാൻ പതുക്കെ പറഞ്ഞാണ് ഷഫീഖല്ല ഷഫീഖല്ല റഫീഖ് റഫീഖ് ചാറ്റ്. കാരണം ഞാനും അത്ര വലിയ സംഭവത്തിൽ പറഞ്ഞേക്കാം. കാരണം ഞങ്ങള് അവര് വീട്ടിൽ പോകലും ഭയങ്കര കമ്പനിയായിരുന്നു. അന്ന് എനിക്ക് +1 മറ്റേ പഠിക്കുന്നുണ്ടായിരുന്നു രഞ്ജിനി. അന്ന് നമ്മൾ ചെന്നപ്പം രഞ്ജിനി അന്ന് ഈ ആങ്കറിംഗ് സ്റ്റാർ ആയിരുന്നു. നമ്മൾ ചെന്നിട്ട് രഞ്ജിനിയെ നമ്മൾ കണ്ടില്ല, പക്ഷെ ഇവനെ മാത്രം അറിയാം. അത്രയും ഭയങ്കര കാര്യമായിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് റഫീഖ് എന്ന് ചോദിച്ചാൽ അത് ഉള്ള എനർജി ആദ്യം രഞ്ജിനി ഹഗ് ചെയ്യാൻ വരുന്നു അല്ലെ കൈ പിടിക്കാൻ വരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർ ആയിട്ട് നിന്നത്. കാരണം നമുക്കതൊരു വെയിറ്റ്. ഷഫീഖ് കാരണം നമ്മളോട് എല്ലാവരും ഉണ്ട്, അവരാരെ അറിയുന്നുണ്ട്. രഞ്ജിനിക്ക് ഷഫീഖിനെ മാത്രമേ അറിഞ്ഞുള്ളൂ, പക്ഷെ പേര് റഫീഖ്. എനിക്കത് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഷഫീഖിന്റെ ഒരു എഴുന്നേപ്പുണ്ടായിരുന്നു. എല്ലാരും നമ്മൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ. കാരണം ഭയങ്കര CCLന്റെ ഒരു ക്യാമ്പും ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പും ആ ഒരു സംഭവമാണ് ശരിക്കും സിനിമയുടെ ഒരു സെറ്റിൽ പോകുന്നതിനെക്കാട്ടിൽ നിങ്ങൾ കുറെ കൂടെ റിലാക്സ്ഡ് ആവുന്നതും ഇതേപോലത്തെ കുറെ നല്ല ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവണം. എന്റെ വിവേക് ഗോപനാണ് ആ സമയത്ത്. നമ്മള് വിവേക് എല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ആണോ ചേട്ടാ? ഞാൻ വിചാരിച്ചോളൂ ഇന്ന് വിവേകായിരുന്നു ഇവിടെ പറയേണ്ടിയിരുന്നത്. ശരിക്കും കുറച്ചും കൂടി കൂടുതൽ കിട്ടിയത്. പക്ഷെ ഇന്റർവ്യൂ പറയാൻ പറ്റുന്നത് അങ്ങനെ വിവേകായിട്ടുള്ളത് നമുക്ക് ഇന്റർവ്യൂ പറയാൻ അതിനും അപ്പുറമാണ് അല്ലേ? വേറെ എന്തൊക്കെയാ ഷഫീഖ് നിങ്ങളുടെ കുറെ തമാശകളും രസങ്ങളും ഒക്കെ? രസം ഇതന്നെ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ ട്രാവലിംഗ് ശരിക്കും മണി ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ബോറിംഗ് ആണ്. കാരണം അത് കഴിഞ്ഞ് ഞാനത് എടുത്ത് പറയുകയും ചെയ്തതാണ്. മണി വേണം. കാരണം ആരും അങ്ങോട്ട് ഇനിഷ്യേറ്റീവ്. പിന്നെ റിയാസ് ഖാൻ ആണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൗണ്ടർ ഇട്ട് തുടങ്ങണത്. പക്ഷെ എന്നാൽ ഏറ്റുപിടിച്ചാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാവരും സീരിയസ് മോഡലിരിക്കും അല്ലേ? സീരിയസ് മോഡലിരിക്കും. അത് ഈ പറഞ്ഞാലേ പരീക്ഷയ്ക്ക് പോകുമ്പോ പഠിച്ച പരീക്ഷയ്ക്ക് പോകുമ്പോ പഠിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ടെൻഷൻ കാണും. പഠിക്കാത്ത ആൾക്കാർക്ക് ഇടയിലുള്ളവരും ടെൻഷൻ ഒന്നുമില്ല. ഇവൻ നന്നായി കളിക്കുന്നത് ഇപ്പൊ മറ്റവരിങ്ങനെ ഔട്ടാക്കണം, മറ്റവരിങ്ങനെ. ഞാൻ അതൊന്നുമില്ല, അവരെ 6 അടിക്ക് ഔട്ടാക്കി നമ്മള് ചില്ലാനാണല്ലോ വരുന്നത്. എന്തായാലും അടിയും വാങ്ങിക്കും ഔട്ട് ആവുമ്പോ. ഞാൻ തന്നെ ഇവരെ പോലെ ടെൻഷൻ അടിക്കുന്ന ഉള്ള നിമിഷം ചിരിച്ചർമാദിച്ച് മതിച്ചൂടെന്ന്. അല്ല അത് തന്നെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോൾ. കാരണം 1 hour ജേർണി ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1 hour അറിയില്ല. 40 ദിവസം നമ്മൾ ഒന്നിച്ചായിരുന്നു. അപ്പം ഈ രാജസ്ഥാനിൽ ഷൂട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ് 2 hours അങ്ങനെ പോകുമല്ലോ. അപ്പൊ ഇതുപോലെ മണി അടങ്ങിയിരിക്കാത്ത തന്നെയായിരുന്നു. എപ്പോഴും മണിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഫസ്റ്റ് വരുന്നത് ഇതാണ്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാരണം ഷഫീഖിന്റെ ഫാമിലിയും അതേപോലെ തന്നോളൂ. മണിക്ക് ഒരു കത്ത് പ്രണയലേഖനമാണോ മണിക്കുട്ടനുള്ളതാ, വേറൊരാൾക്കുള്ള കത്ത് വായിക്കരുതെന്നുള്ള മര്യാദ ഉള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇത് ഉറക്കം വായിക്കണം. ഇത് ഉറക്കം വായിച്ചാൽ ഞാൻ തരും. പിങ്ക് കളറിലെ ഓരോ കുത്തുകുട്ടൊക്കെ ആയിട്ട് വല്ല പ്രേമലേഖനമാണോ എന്തോ ഞാനിത്. ഷഫീഖിന്റെ ഫാമിലി, വൈഫും കുട്ടികളും 3 മക്കളല്ലേ, ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. അവര് നമ്മളെ ഈ പറയുന്ന പോലെ കളി കാണാനായിട്ട്, ക്രിക്കറ്റ് കാണാൻ വരികയും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന മക്കളാണ് അവര്. അതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന മക്കളൊക്കെ നൊയമ്പ് തുറ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഷഫീഖിന്റെ വീട്ടിൽ പോയി നൊയമ്പ് തുറക്കുന്ന ഉമ്മയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ആൾക്കാരല്ലേ. പിന്നെ ഞങ്ങളിപ്പോ ഈ അടുത്തല്ലേ നമ്മള് ലാസ്റ്റ് നോയമ്പ് തുറയും ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. കാരണം ലൊക്കേഷൻ ഫുഡ് നമ്മളിങ്ങനെ സ്ഥിരം ഒരേ ഇതായിരിക്കുമല്ലോ. ഇത് നടക്കുന്ന സമയത്ത് മാമാങ്കം നടക്കുന്ന സമയത്ത് ഇനി കത്ത് നോക്കട്ടെ. ഓ ഇത് ഡിയർ മണിക്കുട്ടൻ, I am on the way coming to meet you with lots of love, your well wisher, best friend. ആരാണ്? കയ്യെഴുത്തും കണ്ടിട്ട് മനസ്സിലാവുണ്ടോ? കയ്യശ്വരം കണ്ടിട്ട് ഫീമെയിൽ കയ്യശ്വരം അല്ല, ഒരു മണിക്കുട്ടനിലൊരു ആ കേയിലൊക്കെ ഒരു കടുപ്പുണ്ട്. അപ്പൊ ആണാണ്. അപ്പൊ മണി ഒന്ന് ഗസ് ചെയ്ത മണി ആരായിരിക്കും മണിനെ കാണാൻ വരുന്നത്? ആരെങ്കിലും വന്നിട്ടോട്ടെ. എനിക്ക് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ആരെ ഇവിടെ കൊണ്ടുവരണം പറയും. മണി ആരെയാ പ്രതീക്ഷിക്കുന്നത്? ആരെ കൊണ്ടുവരണം? ആരെങ്കിലും ഒന്ന് കൊണ്ടുവരും. എന്നാലും മണിയുടെ ഹൃദയം ഡിങ് 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 ഇങ്ങനെ തുളുമ്പുന്നുണ്ടല്ലോ, ഹാർട്ട് ഇങ്ങനെ ആവണം. അത് ആരെ കൊണ്ടുവന്നതായിരിക്കും? ഞാൻ ഒരിക്കലും താഴ്ത്തി പറയല്ലോ. മാക്സിമം ഒരു ആഞ്ചലീന ജോളി, പ്രിയങ്ക, വലിയ പറ്റുന്ന
ആരുണ്ട്? ആയിരുന്നു എന്റെ അടുത്ത്. ആരുടെയൊക്കെ പേര് പറയണം എന്നാണ് ഇപ്പൊ മണി ആലോചിക്കുന്നത്. ഇവളുടെ പേര് പറഞ്ഞാൽ അവള് പ്രശ്നമാവുമല്ലോ, അവളുടെ പേര് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നമാവോ? ആ കൺഫ്യൂഷൻ. വരട്ടെ, ആരെങ്കിലും ഒക്കെ വരട്ടെ. എനിക്ക് സന്തോഷം, ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ട് ആരെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അതാരാണ്, നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമുക്ക് കാത്തിരുന്ന് നോക്കാം അല്ലെ. അപ്പൊ ഷെഫീഖിന്റെ ബാക്കി വിശേഷത്തിലേക്ക് എത്തട്ടെ. ഷെഫീഖ്, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സിനിമ ഇപ്പൊ ഞാൻ ന്യായാധിപൻ എന്ന് പറഞ്ഞ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ലീഡ് ക്യാരക്ടറാണ്. പിന്നെ നാസ്കാടെ പടം ചെയ്തു, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. പിന്നെ പോയിന്റ് റേഞ്ച്, പ്രൈസ് ഓഫ് പോലീസ്, ധർമ്മയോധ എന്ന് പറഞ്ഞൊരു സാൻസ്ക്രിറ്റ് മൂവി ചെയ്തു. അതൊരു ഭ്രാന്തന്റെ ഒരു കഥാപാത്രമാണ്. പിന്നെ അഭിനയിക്കേണ്ടി വന്നില്ല. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണാലിയിലായിരുന്നു ഷൂട്ട്. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഷൂട്ട്. നല്ല ടൈമില് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലൊരു ചെറിയൊരു എക്സ്പീരിയൻസ്, ഒരു റിസ്കി ഫാക്ടർ ഉണ്ടായിരുന്നു. ഒരു കൊക്ക പോലത്തെ ഒരു സ്ഥലത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഹീറോ അതിലേക്ക് പോകേണ്ടതായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു സംഭവം അത് രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയി കൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്ത പല ഏരിയയും അതിനുശേഷം ഇല്ലാതെയായി. കാരണം അവിടെ ഫ്ലഡ് വന്നിട്ട് കുറെ ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞു. ഞാനൊരു റീല് ചെയ്തത് ഇപ്പോഴും ഉണ്ട്. ആ ഫ്ലോ പോകുന്ന റൂട്ടിൽ ഒരു പാലമുണ്ട് മരത്തിന്റെ. അപ്പൊ അതില് നിന്നിട്ട് ഞാൻ റീല് ചെയ്തൊക്കെ അതെല്ലാം ഫുൾ വാനിഷ് ആയി പോയി. സ്ഥലമാണ്, കാണേണ്ട സ്ഥലം. നമുക്ക് ഈ നമ്മള് ആക്ടേഴ്സ് ആകുമ്പോൾ കിട്ടുന്ന ചില ഭാഗ്യങ്ങളുണ്ട്, ചില സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ആ യാത്രയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമുക്ക് ഈ ജോലിയിലോട്ട് വരാൻ പാടുള്ളൂ. കാരണം ഞാനിപ്പോ നടികർ സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ കാശ്മീരിൽ ഇത്രയും മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് എത്തിപ്പെട്ടുന്നത്. ആദ്യം ചെന്നപ്പോ മുദ്ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേത്തെ ഷൂട്ടിങ്ങിന് ഇപ്പൊ നമ്മുടെ ഇത് ഹിപ്പ് വരെ ഉണ്ട് ആ മഞ്ഞ്. പക്ഷെ നമ്മൾ അവിടെ അത് ഷൂട്ട് ചെയ്തു. എന്നിട്ടും ഇപ്പൊ ജീന്റെ നടികർ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഞാൻ 1971 ബിയോണ്ട് ബോർഡേഴ്സ് രാജസ്ഥാൻ ബോർഡേഴ്സിൽ വെച്ചിട്ടാണ്. അവിടെ അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കുരുക്ഷേത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കാർഗിൽ വാർ നടന്ന സ്ഥലത്ത് പോയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചപ്പോ 40 കിലോമീറ്റേഴ്സ് ഉള്ളു ബോർഡറിലോട്ട് എത്താൻ. എനിക്ക് മിക്കവാറും 4-5 പടത്തിൽ അഭിനയിച്ച ഏതെങ്കിലും ഒരു ചെറിയ ജവാന്റെ എന്തെങ്കിലും ഒക്കെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നടികരിൽ ഞാൻ പട്ടാളക്കാരനായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമുക്കൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഇത് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്ത് പറയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് പറയണം. ഈ ഇരിക്കുന്ന ഒരാളുടെ പ്ലസ് ആയിട്ടുള്ള 2 കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള 2 കാര്യങ്ങളും. ഒന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പ്ലസ് ആദ്യം പറയൂ. പ്ലസ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെ, പ്ലസന്റ് മൈൻഡ്. അവിടെ ഇരിക്കുന്ന ഒരു എല്ലാവരും എന്റർടൈൻ ചെയ്യുക. അതിപ്പോ ലാലേട്ടന്റെ തമാശ പറയാനാണെങ്കിലും അങ്ങനെ അവനൊരു മടിയില്ല. അവനത് പറയേണ്ടത് അവൻ പറയും. അത് അവന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഭയങ്കര കമ്മിറ്റഡ് ആണ് വർക്കിൽ. അതിപ്പോ ക്രിക്കറ്റ് ആണെങ്കിൽ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം, വീട്ടിൽ പോയി ഇരിക്കാം, അല്ലെങ്കിൽ റൂമിൽ പോയി എൻജോയ് ചെയ്യാം. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റ് സയൻസ് അല്ലേ, അവിടെ പോയിട്ട് ഫുള്ള് ഞങ്ങൾ അതിന്റെ ഫിസിക്കൽ എഫേർട്സ്, നല്ല എഫേർട്ട്. അപ്പൊ ഞാൻ ഇവനെ കണ്ടിട്ട് എനിക്കും വെറുതെ ഇരിക്കാൻ തോന്നില്ല. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഞാൻ വലിയ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ ലീഗ് കളിച്ചിരുന്ന. അപ്പൊ ആ ഒരു ഡിവിഷൻ കളിച്ചിരുന്ന സ്റ്റാൻഡേർഡിലുള്ള ഞാൻ വന്നിട്ട് ഇവൻ ചെയ്യുമ്പോൾ ഞാൻ മടിച്ചിരിക്കാന്ന് വെച്ചാൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഷോ കാണിച്ച് ഞാൻ ചെയ്യും. അത് ഇവന്റെ പ്ലസ് പോയിന്റ്, ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്കിന്റെയാണ് അവൻ ബിഗ് ബോസ് വിജയിച്ചതും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് അവന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. ഇവൻ പെണ്ണെട്ടാണ്ട് നടക്കുന്നത് എനിക്കത് തീരെ സഹിക്കണില്ല. അത് തീരെ സഹിക്കില്ല. ഇവനോട് ചോദിച്ചു നോക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് പറഞ്ഞ കാര്യം, എടാ പെണ്ണ് കെട്ടടാ, പെണ്ണെടാന്ന് പറയുമ്പോ സെറ്റിൽ ആയിട്ടോ പിന്നെ ഫ്ലാറ്റ് മനസ്സിലായില്ലേ? പറയുന്നുണ്ട് വൈഫ് കേട്ട മിക്കവാറും വീട്ടിലേക്ക് വീട്ടിൽ പോകാൻ അത് ഓർമ്മയുണ്ട്. ഞങ്ങള് ഇപ്പോഴും 20 years കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ റീസെന്റ് ഞങ്ങൾ ഹണിമൂണിന് പോയുള്ളൂ തായ്ലൻഡില്. ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നതാണ്. അപ്പൊ അത് ഒരിക്കലും പറഞ്ഞതാണ്. പ്രത്യേകിച്ച് തായ്ലൻഡിലൊക്കെ വൈഫായിട്ട് പോയി പറഞ്ഞാൽ എന്നെ കുറെ പേരൊക്കെ നിനക്ക് നാണമില്ലയുടെ വൈഫായിട്ടൊക്കെ തായ്ലൻഡ് പറഞ്ഞവരുണ്ട്. പക്ഷെ അത് മണിക്കറിയാം, ഞാൻ ഭയങ്കര കമ്മിറ്റഡ്, എവിടെയും അവരെ കൊണ്ടുനടക്കുന്ന. അത് അതൊരു കുറ്റം. ഇനി അടുത്ത നെഗറ്റീവ്. വേറെ നെഗറ്റീവ് സത്യം സീരിയസ്ലി ഞാൻ ഫീൽ ചെയ്തില്ല. കാരണം
എനിക്ക് തോന്നുന്നു 2013 മുതലാണ് ഞങ്ങൾ കമ്പനി ആവുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഒരു 3 മാസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു CCL. അന്ന് മുതലാണ് ഞങ്ങൾ കമ്പനി ആവുന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് സീസൺ ഒരുമിച്ച് കളിച്ചു. അപ്പോൾ പ്രാക്ടീസ് ആണെങ്കിലും പിന്നെ ഒരുമിച്ച് 2 മൂവീസ് ചെയ്തു. അപ്പോ എനിക്കങ്ങനെ വേറെ നെഗറ്റീവ്സ് ഇവനിൽ എനിക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പോസിറ്റീവ്സ് കുറെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പോസിറ്റീവ് കേൾക്കണ്ട, നെഗറ്റീവ് നെഗറ്റീവ് പറയാനായിരുന്നെങ്കിൽ മാത്രം. മാർക്കറ്റിംഗ് ആണ് ഒരു റീച്ച് കിട്ടാനാണ് നെഗറ്റീവ് ചോദിക്കുന്നത്. നെഗറ്റീവ് ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, നെഗറ്റീവ് ഇനി ഇവൻ ഒളിപ്പിച്ച് വെച്ച വേറെ നെഗറ്റീവ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാത്തത് കൊണ്ടും ഇത്രയും നെഗറ്റീവ് ഉള്ള ഒരാളെ കുറിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാതിരിക്കുന്ന ഷെഫീഖിന് ഇനി ഈ സീറ്റിൽ ഇരിക്കാൻ അർഹതയില്ല. ഞാൻ പോവാണ്, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്, ഞാൻ പോവുകയാണ്, സമ്മതിക്കില്ല. താങ്ക് യു ഷെഫീഖ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഈ ഒരു ക്ഷണം നമ്മൾ വിളിച്ചപ്പോ മണിക്കുട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ വന്നതിൽ ഒരുപാട് സന്തോഷം. മണിന്ന് കേട്ടോണ്ടാണ് ഞാൻ എന്റെ മണിയുടെ കാര്യം മാറ്റി വെച്ചിട്ട് കൂടി ഞാൻ വന്നത് തന്നെ. അപ്പൊ മണിയായിട്ട് ഷെഫീഖിന് ഇനി ഒരുപാട് സിനിമകളും ഒരുപാട് ഇത്ര നല്ല മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ള വെന്യൂസ് ഉണ്ടാവട്ടെ. ഈ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അതിൽ വിന്നർ ആയപ്പോ മണിക്ക് നല്ലൊരു ഫ്ലാറ്റ് അല്ലേ എറണാകുളത്ത് കിട്ടിയത്? അത് അവിടെ ഇപ്പൊ താമസിക്കുന്നില്ല? എറണാകുളം അല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ് സെലക്ട് ചെയ്തത്. കാരണം പാരന്റ്സ് അവിടെ ആണല്ലോ. ആദ്യം അവരെ കാര്യങ്ങളൊന്നും നോക്കി ഇതാക്കിയിട്ട് ഞാൻ പിന്നെ എനിക്ക് വേണ്ടി വർക്കിന്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ എറണാകുളം വരുന്നുള്ളൂ. അപ്പൊ ആ ഫ്ലാറ്റിലാണ് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത്? അതിന്റെ ഇന്റീരിയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഉടനെ അങ്ങോട്ട് മാറുമോ താമസം? ഞാൻ പറഞ്ഞത് നമ്മള് കുറച്ച് പ്ലാൻ ചെയ്ത് കുറച്ച് പ്ലാനിങ് പോകുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ അതായിരിക്കും എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാൾ, മീൻസ് കരിയർ അല്ല എല്ലാ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം ഈ പറയുന്ന ആ പ്ലാനിങ്ങിൽ പോയതുകൊണ്ടാണ് ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് എന്നെ പോലെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുള്ളവർ അങ്ങ് ഡൗണിൽ പോയേനെ. പക്ഷെ എന്നിട്ടാലും ഞാൻ എൻ്റെ ചെലവുകളും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ സമയത്തും വീട്ടുകാരുടെ കാര്യം എനിക്ക് നന്നായി നോക്കി. കാരണം അതിനുശേഷം പപ്പയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ പപ്പയ്ക്ക് ഒരു ബൈപ്പാസ് സർജറി വന്നു. ഇതൊക്കെ നമുക്ക് മെയിൻ കൊണ്ടുപോകാൻ സാധിച്ചു. എന്റെ സിസ്റ്റേഴ്സിനോടൊപ്പം നിന്ന് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. നല്ലൊരു മകനാണ് അല്ലേ? അല്ല, നല്ലൊരു മകന് എന്റെ അടുത്ത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ജന്മത്തിൽ എന്താവണോ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മകനും സഹോദരനും സുഹൃത്തും ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനിയും ഇത്രയും അല്ല, ഞാൻ ചെയ്തത് കുറവാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്ന ദിവസം എൻ്റെ ചേച്ചി അവള് ഒരു എക്സാമിന് പാസ്സായി, TTCയുടെ ഒരു എക്സാമിന് പാസ്സായി. അപ്പൊ ഫാമിലിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അപ്പൊ ഇവിടെ പ്രൊമോഷൻ ആയിപ്പോയി. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ സിനിമയുടെ പുറകെ പോയി. അതേപോലെ ജോലിയുടെ ഭാഗമല്ലേ മണി. അപ്പം ആ ഒരു ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടെ ചിലപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ മക്കളുടെയും പാരന്റ്സിന്റെ ചില സമയത്ത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അവരിതുവരെ എന്റെ ദൈവാനുഗ്രഹം കൊണ്ട് അവർ പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. അല്ല, അതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമുക്കും ഈ ഒരു പ്രൊഫഷന്റെ ഭാഗമാണ്. അതുകൊണ്ടൊന്നും മണിയുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. നല്ലൊരു മകൻ തന്നെയാണ്, ഞാൻ അറിഞ്ഞ ഇതിലും കേട്ടോ, നല്ലൊരു മകൻ തന്നെയാണ് മണി. അത് കുറച്ചും കൂടി ഒരു ഇതായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾ ചോയ്സ് ആണ്. പീപ്പിൾ ചോയ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ പറയും, ഓരോ ഫ്രേസ് പോലെയാണ് അത് പറയും. അതില് നമ്മളിപ്പോ നമ്മുടെ പബ്ലിക്കിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പബ്ലിക്ക് പറയാൻ പോകുന്ന ഒരു ആൻസർ ഉണ്ടാവും ഈ ഒരു ക്യാപ്ഷൻ കേൾക്കുമ്പോൾ. അതെന്താണെന്ന് മണി മനസ്സിലാക്കിയിട്ട് അതാണ് മണി പറയേണ്ടത്. അല്ലാതെ മണിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ആൻസർ അല്ല ഇതിന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ചോദിച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ച് പേരുടെ അടുത്ത് നമ്മളൊരു സർവേ പോലെ അറൌണ്ട് 100 ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു വെച്ചു. അതിനകത്ത് നമുക്ക് ഓൾറെഡി മെജോറിറ്റി വന്നിരിക്കുന്ന ഒരു ആൻസർ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻസർ നമുക്കുണ്ട്. പക്ഷെ മണി എത്രത്തോളം നമ്മുടെ ജനങ്ങളെ മനസ്സിലാക്കുന്നു, അവരുടെ പൾസ് അറിയുന്നു, അവരുടെ ഇഷ്ടം അറിയുന്നു, നിങ്ങളെ പോലെ ഒരു സെലിബ്രിറ്റി എത്രത്തോളം ഇതറിയുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ്. ഓക്കെ, മലയാള സിനിമയിലെ സ്ഥിരം കല്യാണ ചെറുക്കൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഓപ്ഷൻ ഒന്നുമില്ല, ഒറ്റ ആൻസർ അത് പറയണം. അപ്പൊ നമ്മുടെ പബ്ലിക് പറഞ്ഞിരിക്കുന്ന ആൻസറും മണി ഗസ് ചെയ്യുന്ന പറയുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു സമയം വരെ പ്രചോദേട്ടനായിരുന്നു. ഓക്കെ, അപ്പൊ അത് ആ സമയം കഴിഞ്ഞപ്പോൾ ആരായി? പ്രചോദേട്ടന്റെ പ്രായം കേൾക്കണ്ട പ്രചോദേട്ടൻ. അതെന്താടാ നീ ഒരു സമയം വരെ പറഞ്ഞെന്ന് ചോദിക്കും. ഇപ്പൊ കുറച്ച് മെച്ചോർഡ് ആയതുകൊണ്ട് അതെ, ഇപ്പൊ പ്രചോദേട്ടൻ ഇങ്ങനെ പോയി നോക്കുന്നുണ്ടാവും കണ്ണാടി. എന്റെ പ്രായത്തിൽ, അതായത് ഞാൻ സ്കൂൾ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രചോദനായിരുന്നു. ഓക്കെ, എനിക്ക് പ്രചോദനെ അറിയാവുന്നത് കൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത്, മകന്റെ പേര് എന്തായാലും ശരി, ഞാൻ ഉണ്ണി എന്നേ വിളിക്കൂ. മകന്റെ പേര് അത് കവീർ പൊന്നമ്മ. ലാലേട്ടന്റെ അടുത്ത്. ഓക്കെ, നല്ല കിണ്ണം കാഴ്ച ഷാർപ്പ് ഷൂട്ടർ, പക്ഷെ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല. അതാ ഹിന്ദി നടനുണ്ടല്ലോ ഒരാള്, എന്താ പുള്ളി എന്നിട്ട് വെടികൊണ്ട് ചാവുകയും ചെയ്യും. പേര് റിയാസ് ഖാനെ പോലെ ഇരിക്കും. എനിക്ക് അയാളുടെ പേര് മുകേഷ്
മുകേഷ് കന്യ മുകേഷാണോ? അല്ല, ആ. മുകേഷ് ഏട്ടനല്ല. അല്ല മനസ്സിലായി, ഹിന്ദി ആ ആക്ടർ പുള്ളി, എന്നല്ലേ പറഞ്ഞേ? ഞാൻ ഹിന്ദിയിൽ അത്ര ഈ പറയുന്ന പോലെ പാണ്ഡിത്യ, ഞാനും കുറവായത് ചില കൊണ്ട് പേരുകൾ ഞാൻ മറന്നു മറന്നു പോകുന്നുണ്ട്. സാരമില്ല, അതവിടെ നിൽക്കട്ടെ. അടുത്തത്, ക്ലൈമാക്സിൽ ഞാൻ ഉണ്ടാവില്ല, അതിനു മുമ്പേ ആരെങ്കിലും എന്നെ തീർക്കും. ക്ലൈമാക്സിൽ ഞാൻ ഉണ്ടാവില്ല, അതിനു മുമ്പേ ആരെങ്കിലും എന്നെ തീർക്കും. തൊട്ടു മുമ്പുള്ള സീനിലല്ലേ? യൂഷ്വലി നമ്മൾ എപ്പോഴും കാണും, അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ക്ലൈമാക്സിൻ വരെ എത്തിക്കില്ല, അതിനു മുമ്പേ വെടിവെച്ചു ആളെ തീർക്കും. സോറി, കിട്ടുന്നില്ല. ഓക്കെ. കൂൾ ഡാഡിയുടെ കലിപ്പൻ സിദ്ദിഖാണോ? സിദ്ദിഖിക്കോ? ആ, ഓക്കെ, നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ, അതാണ് മണി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, കൂൾ ഡാഡിയുടെ കലിപ്പൻ കാന്താരി. ഐശ്വര്യലക്ഷ്മിയാണോ? ആണോ? അതെ, നോക്കാം. നമ്മുടെ ഐശ്വര്യലക്ഷ്മി അല്ലെങ്കിൽ മറ്റേ പുതിയൊരു നമ്മുടെ ബെന്നിച്ചേട്ടന്റെ മകൾ ആൻ. അന്നാബെൻ. അന്നാബെൻ. ഓക്കെ, നോക്കാം നമുക്ക് അത് ആരാണെന്ന് കേട്ടോ. അടുത്തത്, കാന്താരി പെൺമക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ ബ്രോ. ലാലു ലക്സ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. അടുത്തത്, എന്റെ കഥാപാത്രം നാട് വിട്ടാൽ പടം സൂപ്പർ ബമ്പർ ഹിറ്റ്. നാട് വിട്ടാലോ? ആ ആള് സിനിമയിൽ അഭിനയിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നാട് കടത്തുന്നതായിരിക്കും എന്ന്, അപ്പോ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവും. അത് ഏതാണ് സിനിമ? അതാരത് ആലോചിച്ച് നോക്ക്. പറഞ്ഞു കൊടുക്കരുത്. ദുൽഖർ നാട് വിട്ടുപോയ ഹിറ്റാണോ പടം? പടം സൂപ്പർ ബമ്പർ ഹിറ്റ്. നോക്കാം, അതിന്റെ നോക്കാം. ഓക്കെ. അടുത്തത്, കൂടെ നിൽക്കുന്നവന്റെ കാല് പാരുന്നവൻ. അത് ഇയാള് വിജയകുമാരേട്ടൻ. അതെന്താ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? വിജയകുമാരേട്ടൻ. ഞാന് വിജയകുമാരേട്ടൻ ഈ പറയുന്ന പോലെ ഈ ലേലം സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ സിനിമ കണ്ടോണ്ടിരുന്ന ആ ക്യാരക്ടർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ഒരു ശംഭു എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാം കുറച്ച് ഇതാണെന്ന്. ഓക്കെ. തേപ്പ് കിട്ടിയിരിക്കുന്ന നായകന്റെ ആശ്വാസം. തേപ്പ് കിട്ടിയിരിക്കുന്ന നായകന് ആശ്വാസം. കൂട്ടുകാരനായിട്ട് അല്ല, കൂട്ടുകാരനോ കൂട്ടുകാരിയായിട്ട് തേപ്പ് കിട്ടിയിരിക്കുക നായകന്. അപ്പൊ അവിടെ ആശ്വാസമായിട്ടൊരു കഥാപാത്രം, അത് ഫീമെയിലോ മെയിലോ അങ്ങനെ ആരായിട്ടായിരിക്കും? എല്ലാ ആൻസറും അങ്ങോട്ട് നോക്കണ്ട, ഇവിടെ ഇങ്ങനെ വെക്കട്ടെ. തേപ്പ് കിട്ടിയിരിക്കുന്ന കഥാപാത്രത്തിന് ആശ്വാസമായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഓർത്ത് വെച്ചിട്ട് പറ. എന്നാ വേണ്ട, പോട്ടെ, സമയം പോട്ടെ, സാരമില്ല. കിണ്ണം കാച്ചിയ ഫോട്ടോഗ്രാഫർ കം ഡ്രഗ്സ് ഡീലർ. കിണ്ണം കാച്ചിയ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറുമാണ്. അദ്ദേഹം തന്നെയാണ് മിക്ക സിനിമയിലെ ഡ്രഗ്സ് ഡീലറുമാണ്. ആരാണത്? ഫോട്ടോഗ്രാഫറായിട്ട് ഡ്രഗ്സ് മറ്റേ വിജയ് മേനോൻ ചേട്ടനാണോ? എനിക്കറിയില്ല, എന്നോടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. വിജയ് മേനോൻ ആണ്. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ക്യാൻസേഴ്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. കബീർ പന്നമ്മ. ഈ പുള്ളി പേരറിയില്ല. കറക്റ്റ്. അയ്യോ ചേട്ടൻ മരിച്ചു വന്ന് ക്ലൈമാക്സിൽ ഉണ്ടാകത്താണ്. ബ്രോ കൂൾ ഡാഡിയുടെ ലാലു ലക്സ് അല്ല, തെറ്റിച്ച് കാന്താരി പെണ്ണൊക്കെ സപ്പോർട്ട് തേപ്പ് കിട്ടിയ നായകന്റെ ആശ്വാസം. ഞാൻ അതിന് കറക്റ്റ് പുള്ളിയുടെ പേര് അതല്ലേ, വിജയ് മേനോൻ. അത് കറക്റ്റ് ആയിട്ടോ. ഫോട്ടോഗ്രാഫർ പ്രചോദേട്ടനും കറക്റ്റ് ആയിട്ടോ. ബാക്കിയൊന്നും വിജയ് മേനോൻ ചേട്ടൻ പലർക്കും കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ എനിക്ക് പുള്ളിയുടെ ഡയലോഗ് മോഡുലേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശബ്ദവും ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും. നല്ല ഡബിങ് ആർട്ടിസ്റ്റും കൂടെയാണ്. അതാ പറഞ്ഞ നല്ല ശബ്ദമാണ് പുള്ളിയുടെ. ഓക്കെ, അപ്പൊ അങ്ങനെ വിജയകരമായിട്ട് തോറ്റിരിക്കുകയാണ് മണിക്കൂർ. 4 പറഞ്ഞു. 4 3 എന്റെ പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര നന്നായിട്ട് എഴുതിയിട്ടില്ല. അതിലും നന്നായിട്ട് ഇതിൽ പറഞ്ഞു വന്നല്ലേ. അപ്പൊ നമുക്ക് ഈ സെഗ്മെന്റ് വൈൻഡ് ചെയ്യാം, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഹലോ മണിക്കുട്ടൻ ചേട്ടാ, സുഖാണോ? സുഖായിരിക്കും, നിങ്ങൾ എപ്പോഴും അടിപൊളിയാണല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മണിക്കുട്ടൻ ചേട്ടൻ്റെ ഒരു ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരദയും മണിക്കുട്ടനൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പം സർപ്രൈസ് ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷെ നമ്മളങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് സിനിമയും ഒരു ഷോയും കഴിഞ്ഞിട്ട് എപ്പോഴും ഈ അമ്മയുടെ മീറ്റിങ്ങിന് കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത്. അതല്ലാതെ അങ്ങനെ ഒരു ഫോൺ വിളിച്ചിട്ടോ അങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജിങ്ങോ ഒന്നുള്ള ആൾക്കാരല്ലല്ലോ നമ്മൾ. എന്തായാലും ഇങ്ങനൊരു സമയത്ത് എന്നെ ഓർത്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ ക്ലീഷേ കുറെ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും ആണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്, അപ്പൊ ആ സമയത്തിന് ക്ലീഷേ ചോദ്യം ചോദിച്ചു കോളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുദ്ധിപരമായിട്ട് ഞാനൊരു ചോദ്യമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആൻസർ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നല്ല, അതായത് ഇപ്പൊ നമ്മുടെ സിനിമയിലെ നടന്മാരെല്ലാവരും തന്നെ അഭിനയമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മേഖലയിൽ ഇവരൊക്കെ എന്താ പറയുക കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഡയറക്ഷൻ ആയാലും പ്രൊഡക്ഷൻ ആയാലും അങ്ങനെ പല മേഖലകളിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം മണിക്കുട്ടൻ ചേട്ടന് ഈ ആക്ടിങ്ങും ആങ്കറിങ്ങും അല്ലാതെ ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കണമെന്നോ ഉണ്ടെങ്കിൽ അതേതായിരിക്കും? ഭാവിയിൽ ഒരു ഡയറക്ടറെ നമുക്ക് പ്രതീക്ഷിക്കാവോ? ഇത്രയുള്ള എൻ്റെ ചോദ്യം. പ്രതീക്ഷിക്കാമോ? പറയൂ. ഡയറക്ഷൻ വരദ ഞാൻ എന്റെ സുഹൃത്തുക്കൾ പലരും ഞാൻ വരുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വരദ സർപ്രൈസ് ആയിരുന്നത്. താങ്ക് യു വരദ. വരദ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഈ വരദയുടെ ഒരു സീന്, ഞാനും വരദയും വല്യങ്ങാടി എന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. അതിനകത്തൊരു ഇംഗ്ലീഷ് പറയുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ സീന് ഞാൻ വരദയായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറെ ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ്. ഞാൻ കാണാതെ, എനിക്ക് ഇംഗ്ലീഷ് അത്ര, എന്റെ ഇംഗ്ലീഷിന്റെ ഇത് അറിയാലോ. ഞാൻ ഇതൊരു 3 പേജ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് കാണാതെ പഠിച്ചിട്ട് എഴുതി പഠിച്ചു. എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ സ്കൂളിൽ വിട്ടപ്പോ ഞാൻ എന്നിട്ട് കാണാതിരുന്ന് എഴുതി പഠിച്ചിട്ട് അപ്പൊ എനിക്ക് അറിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. അന്ന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യാൻ നമ്മൾ മൊബൈലിൽ ഇതിന്റെ ഓപ്ഷൻ ഒന്നുമില്ല. എന്റെ ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ ഞാനാണ്. അതുകൊണ്ട് കൂട്ടുകാരത്ത് വിളിച്ചു ചോദിക്കാനും പറ്റില്ല ഇതിന്റെ ആ ഇംഗ്ലീഷ് അറിയാന്നുള്ള എന്റെ അവസ്ഥ അറിയാലോ. അങ്ങനെ ഞാൻ ഈ ഡയലോഗ് വരദയെടുത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് വരദ ചേട്ടാ ഇത് വേണോ, ഇത്രയും ഇത് ശ്രദ്ധിക്കണം ചേട്ടാ, കാരണം ഇത് ഒരുപാട് ലെങ്തി ആയി പോകുന്നു, പിന്നെ എവിടെയൊക്കെ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇംഗ്ലീഷ് ഡയലോഗ് ഇതിൽ പ്രൊനൗൺസിയേഷനിലും അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു മഹേഷ് മിത്രൻ ചേട്ടൻ. ഞാൻ ചോദിച്ചേട്ടാ ഇത്രയും വേണോ? ആ സിനിമയിൽ നമ്മൾ അതിന്റെ ഒരു ഇതുപോലെ കാണിക്കുമ്പോഴത്തേന് കുറച്ചല്ലേ ജെൻ സാർ പറയുന്നുള്ളൂ, പക്ഷെ നമ്മളിങ്ങനെ എസ്സേ പോലെ പറയേണ്ട ആവശ്യമുണ്ടോന്ന് വെച്ചു. അന്ന് മഹേഷ് മിത്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, മണിക്കുട്ടൻ്റെ ഒരു കരിയർ ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. ഇതിൽ ട്രോൾ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ പുള്ളി അടുത്ത തലമുറയെ പറ്റി പുള്ളി നന്നായിട്ടാ, പുള്ളി നാളെ കളിയാക്കപ്പെടാം, പക്ഷേ മണിക്കുട്ടൻ അതങ്ങ് ചെയ്യുക. മണിക്കുട്ടൻ കാരണം ഫിസിക്കലി മണിക്കുട്ടൻ ഇതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാണ്, ഇത് എന്ത് വരുമെന്നുള്ളത് മണിക്കുട്ടൻ നോക്കണ്ട, മണിക്കുട്ടൻ ധൈര്യമായിട്ട് ചെയ്യുക. ചിലപ്പോൾ ഈ കളിയാക്കലായിരിക്കും നാളെ മണിക്കുട്ടൻ വരാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ധൈര്യത്തിലാണ് ഞാൻ. അപ്പം വരദ അന്നേ ഇത് പറഞ്ഞിരുന്നു. പിന്നെ പിൽക്കാലത്ത് ട്രോൾ വന്നപ്പോഴത്തേന് അതിനു മുമ്പ് എനിക്ക് മനസ്സിലായി ഇത് ട്രോൾ വരാൻ ചാൻസ് ഉള്ളതെന്ന്. കാരണം ഈ 3 ഇത് പഠിച്ചു പോയിട്ട് ഞാൻ ഇപ്പൊ ബികോം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബികോമിന്റെ ഈ എക്സാം നടക്കുന്ന സമയമായിരുന്നു. ഞാൻ എന്നിട്ട് ചില എസ്സേയിൽ ഇത് കയറ്റി എഴുതിയുള്ളൂ. എസ്സേയിൽ ഇത് കയറ്റി എവിടെയെങ്കിലും കാണിച്ചാൽ ഇത് എസ്സേ ആദ്യത്തെ ഒരു 4 പേര് കറക്റ്റ് ആയിട്ട് എഴുതി, പിന്നെ ഇത് കയറ്റി എഴുതും. ഇതിൽ പിന്നെ എനിക്ക് മനസ്സിലായെന്ന് ഈ പേപ്പർ ഈ ഓണം ഈ ക്രിസ്മസ് എക്സാം അല്ലേ, ഈ പേപ്പർ തിരിച്ചു വന്നപ്പോൾ സാധാരണ ടീച്ചർമാർ തെറ്റെന്നേ ഉള്ളൂ, ഇത് പേപ്പർ കുത്തി കീറി ടീച്ചർ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് എന്റെ കൈ കൊണ്ട് വന്നേക്കണം. അപ്പൊ ഞാൻ ഇത് തീർച്ചയായിട്ടും കളിയാക്കൽ വരാൻ ചാൻസ് ഉള്ള ഇംഗ്ലീഷ് ആണ്. അതെന്താ ഓർമ്മയുണ്ടോ? പിന്നെ എന്ന് പറഞ്ഞേ, ഹൂ ഡു യു തിങ്ക് യു ആർ ആൻ ഏഞ്ചൽ ഫ്രം ഹെവൻ, അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എടുത്തു വെച്ചിട്ട് അപ്പൊ ഈ കണ്ട വീഡിയോ ആണ് കേട്ടോ, ഇതാണ് ആ ഇംഗ്ലീഷ്. ഞാൻ ഒരിക്കലും പലരും ഡയറക്ടറിനെ കുറ്റം പറഞ്ഞു, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം അറിയാമോ, അദ്ദേഹം ഈ പറയുന്ന പോലെ റംസാൻ നോമ്പെന്ന് സലീം ബാബയൊക്കെയാണ്, അപ്പൊ മുസ്ലിം വിശ്വാസിയാണ് അദ്ദേഹം. അപ്പൊ ആ സമയത്ത് നോമ്പ് നടക്കുന്ന സമയമാണ്. ഈ സിനിമയുടെ ഡേറ്റ് ബാക്കി ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ കുറച്ച് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് നടക്കത്തുള്ളൂ. അപ്പൊ ആ നോമ്പ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പ് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയി ഓരോ കടകളിലൊക്കെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യണം. വളരെ ലോ കോസ്റ്റ് പടമാണ്. അവരെ ചെന്ന് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയെങ്കിലും ഈ ഷൂട്ടൊന്ന് എടുത്തു തരണം, ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ സിനിമ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ നാച്ചുറൽ ആയിട്ട് അന്ന് കുറെ ഷോട്ട്സ് നമുക്ക് കിട്ടി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹം അങ്ങനെ ചെയ്തു കൊടുത്തെന്ന് അറിയില്ല, അത്ര സ്നേഹിച്ചാണ് അദ്ദേഹം ആ സിനിമ എടുത്തത്. അതുകൊണ്ട് ഈ ട്രോളുകളും കാര്യങ്ങളും വരുന്നത് ഞാൻ എന്റെ മിസ്റ്റേക്ക് ആയിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. പിന്നെ വരദ പറഞ്ഞ പോലെ ഞാനിപ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഞാനിപ്പോൾ ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സിനിമയിൽ എൻ്റെ ആക്ടിങ് പ്രൊഫഷൻ, എൻ്റെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. എന്നെ ഒരു ആക്ടറാക്കി മാറ്റാനുള്ള എഫേർട്ടുകളെ കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നോക്കാം. വരദ താങ്ക് യു. തണുത്ത കൈകളാണ് അത്. കുറച്ചേരം അങ്ങനെ തന്നെ വെച്ചോട്ടെ. ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെ അറിയാനായിട്ട് എന്നാലും